اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. നമ്മൾ നഫ്സുർ റാളിയയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടപ്പിലാക്കുന്ന ഏതൊരു കാര്യത്തിലും പൂർണ്ണമായ സംതൃപ്തി നേടിയ നഫ്സിനിക്കാണ് റാളിയത്തിൻ്റെ നഫ്സ് എന്ന് പറയാം. അതും ഒരാൾക്ക് മറികടക്കാൻ സാധിച്ചാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടപ്പിലാക്കുന്ന മുഴുവത്തിലും അള്ളാഹുവിനെ പൂർണ്ണമായി ഒരാൾ തൃപ്തിപ്പെട്ടാൽ പിന്നെ അടുത്ത സ്റ്റേജാണ്, ആറാമത്തെ സ്റ്റേജാണ് നഫ്സുൽ മർദിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങോട്ട് തൃപ്തിപ്പെടുന്നൊരവസ്ഥ. നമ്മൾ അള്ളാഹു തആലാനെ എല്ലാ നിലക്കും തൃപ്തിപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുന്ന ഒരു സ്റ്റേജാണ് നഫ്സുൽ മർദിയ. മർദിയത്തിൻ്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ ഹിയ നഫ്സുല്ലത്തി ഇൻതഖലത് മിൻ ആലമിൽ മുഹിബ്ബി ഇലാ ആലമിൽ മഹ്ബൂബ്. മുഹിബിൻ്റെ ലോകത്തിൽ നിന്ന് മഹ്ബൂബിൻ്റെ ലോകത്തേക്കുള്ള പ്രയാണമാണത്. അവൻ്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്ന ഒരവസ്ഥയാണ്. അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മുഹിബ്, അല്ലാഹു തആലാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് അവൻ എന്ത് ചെയ്യുക? മലായിക്കത്തുകൾ അവനെ അവരോധിക്കുക. ഈ സമയത്ത് അവൻ്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വാരിദാത്തുകൾ, ഒരുപാട് തജല്ലിയാത്തുകൾ, ദിവ്യജ്ഞാനങ്ങൾ, ദിവ്യദർശനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിലേക്ക് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ കൊടുക്കും. ആ സമയത്ത് ആദ്യപടിയിൽ അവൻ മഹബത്തിൻ്റെ സ്റ്റേജിലാണെങ്കിൽ പിന്നെ അവൻ ഇഷ്കിൻ്റെ സ്റ്റേജിലേക്ക് പോകും. ഇഷ്കിൻ്റെ സ്റ്റേജിൽ നിന്ന് ഷൗക്കിൻ്റെ സ്റ്റേജിലേക്ക് പോകും. അവിടുന്ന് അലമിൻ്റെയും ഷഗഫിൻ്റെയും സ്റ്റേജിലേക്ക് പോകും. പൂർണ്ണമായും അള്ളാഹുവിന് അപാരമായ സ്നേഹം കൊണ്ട് മൂടുന്ന ഒരവസ്ഥ. 24 മണിക്കൂറും അള്ളാഹുവിൻ്റെ സ്നേഹവലയത്തിൽ അവൻ കഴിയുമ്പോൾ അവൻ ഒരിക്കലും കണ്ണുനീര് തോരുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. ആ മഹ്ബൂബിനെ പൂർണ്ണമായി മറയില്ലാതെ കാണുമ്പോൾ മാത്രമേ അവൻ്റെ ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കണ്ണുനീരിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. ബഹുമാന്യരാകുന്ന ആളുകൾ പറയുന്നു, ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് എന്താണ് തൗഹീദ്. ആ തൗഹീദിനൊരു മാധുര്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമക്കൊരു മാധുര്യമുണ്ട്. അതിൻ്റെ ഒരു ഹലാവ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമയുടെ ഒരു ഹലാവ, അത് രുചിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിക്ക് എന്ത് ചെയ്യും? അവസരം കൊടുക്കും. മാത്രമല്ല റബ്ബാനിയായ ഒരുപാട് ഫത്ഹുകൾ, അൽ ഫുതുഹാത്തുർ റബ്ബാനിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ദർജയാണ്. അൽ ഫത്ഹുൽ കൗനിയുണ്ട്, അൽ ഫത്ഹുൽ മലക്കൂത്തിയുണ്ട്, അൽ ഫത്ഹുർ റബ്ബാനിയുണ്ട്. റബ്ബാനിയായ ഒരു ഫത്ഹ് മർദിയത്തിൻ്റെ അവസ്ഥയിലുള്ള ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. പക്ഷെ അതിനെന്ത് വേണം? ഒരാൾ പൂർണ്ണമായി അള്ളാഹുവിനെ മാത്രം ഫോക്കസ് ചെയ്ത് അള്ളാഹുവിൽ പൂർണ്ണമായി വിലയം പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തം മർദിയ. നീ അല്ലാഹു തആലാനെ പൊരുത്തപ്പെട്ടവനായ നിലക്ക്, അല്ലാഹു തആല ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടവനായ നിലക്ക് നീ അള്ളാഹുവിലേക്ക് മടങ്ങണം. രണ്ടും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അല്ലാഹു തആലാനെ തൃപ്തിപ്പെട്ടത് അല്ലാഹു തആലാക്ക് ബോധ്യപ്പെടണം. നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിഷ്കളങ്കമായ
തൃപ്തിയോടുകൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് എന്ന് അള്ളാഹു താലാക്ക് ബോധ്യപ്പെടണം. എങ്കിലേ നമ്മുടെ റാദിയത്തിൻ്റെ ആ സ്റ്റേജ് അള്ളാഹു താല സ്വീകരിക്കുള്ളൂ. മനസ്സിലാവണ്ടോ? അപ്പോൾ റാദിയത്തിൻ്റെയും സ്റ്റേജ് കഴിഞ്ഞ് മർദിയത്തിൻ്റെയും സ്റ്റേജ് കഴിയുമ്പോഴാണ് പിന്നെ കമാലിയത്തിൻ്റെ മക്കാമിലേക്ക് അല്ലെങ്കിൽ സ്വാഫിയത്തിൻ്റെ മക്കാമിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഒരാൾക്ക് എത്താൻ കഴിയുള്ളൂ. ഈ സമയത്ത് അള്ളാഹു താല ഈ തൗഹീദിൻ്റെ മാധുര്യം ഒരാൾ രുചിക്കുമ്പോൾ അള്ളാഹു താല അവനെ പൂർണ്ണമായി അവൻ്റെ എല്ലാം അള്ളാഹു താല തൃപ്തിപ്പെടും. വലദിക്റുല്ലാഹി അക്ബർ. മഹാന്മാർ പറഞ്ഞൊരർത്ഥം ഉണ്ടല്ലോ, അള്ളാഹു താലാനെ നമ്മൾ ഓർക്കുന്നത് അക്ബർ ഏറ്റവും വലുതാണെന്ന് മാത്രമല്ല, അള്ളാഹു നമ്മെ മാത്രമായി ഓർക്കുന്നൊരവസ്ഥ ഉണ്ട്. ഖാസായ നിലക്ക് നമ്മെ മാത്രം ഓർക്കുന്ന ഒരവസ്ഥ, അതിനേക്കാൾ വലിയ ഒരവസ്ഥ വേറെ വരാനില്ല. ആ ഒരവസ്ഥയിലായിരിക്കും ആരുണ്ടാകുക? മർദിയത്തിൻ്റെ മക്കാമിലെത്തിയ ആൾക്കുണ്ടാകുക. മാത്രമല്ല അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഉബൂദിയത്ത്, എന്താണ് യഥാർത്ഥ ഉബൂദിയത്ത് എന്ന് പറയുന്ന പ്രത്യേകമായൊരവസ്ഥ ഉണ്ട്. അബ്ദിൻ്റെ അവസ്ഥ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദും റസൂലുമാണ്. ആദ്യം അബ്ദിനെ കുറിച്ചാണ് പറഞ്ഞത്, പിന്നെ റസൂലിനെ കുറിച്ച് പറഞ്ഞത്. ആ അബ്ദിൻ്റെ ഒരു മക്കാമുണ്ട്. എന്താണ് അബ്ദ്? ആ അബ്ദിൻ്റെ കമാലിയത്ത് എന്താണ് എന്നൊരാൾക്ക് വ്യക്തമാകുന്നൊരു സ്റ്റേജാണ് മർദിയത്തിൻ്റെ സ്റ്റേജ്. മാത്രമല്ല അവൻ്റെ നഫ്സിൽ ഒരു മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന എല്ലാം മാഞ്ഞുപോയി, ഒരൊറ്റ കറകളും ശേഷിക്കാതെ എല്ലാ കറകളെയും നഫ്സിൽ നിന്ന് പൂർണ്ണമായി കഴുകിക്കളഞ്ഞ ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മർദിയത്തിൻ്റെ മക്കാമിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അവൻ്റെ കിബറുണ്ടാകാൻ പറ്റൂല, ഹസദ് ഉണ്ടാകാൻ പറ്റൂല, ഉജ്ബ്, റിയാ, ഷഹ്ബത്ത്, ഗീബത്തിൻ്റെ, നമീമത്തിൻ്റെ, അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമത്ത്, ഇതൊക്കെ പൂർണ്ണമായിട്ടും കഴുകിക്കളഞ്ഞ് അള്ളാഹുവിൻ്റെ നൂറ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കൽബ് അവനക്ക് ഉണ്ടാകുമ്പോഴേ മർദിയത്തിൻ്റെ സ്റ്റേജിലേക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരാൾ എത്തുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.